നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 1.5 പതിറ്റാണ്ടിലേറെക്കാലം പാർട്ടിയിലും പശ്ചിമ ബംഗാളിലും ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിരുന്നു മമതാ ബാനർജി. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ് 1 മാസത്തിനുള്ളിൽ എല്ലാം പപ്പടം പോലെ തകരുന്നു. പാർട്ടി കൈവിട്ടുപോയി. ഏറ്റവും ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിലെ 28 എംപിമാരിൽ 20 പേർ ഇതാ NDAക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതോടെ ലോക്സഭയിൽ NDAക്ക് കരുത്തേറി. 543 സീറ്റുകളിൽ ഒഴിവുള്ള 3 സീറ്റുകൾ കുറച്ചാൽ നിലവിൽ 540 എംപിമാർ. ഇതിൽ 293 എംപിമാരാണ് ഇപ്പോൾ NDAക്കുള്ളത്. തൃണമൂൽ വിമതരുടെ വരവോടെ NDAയുടെ അംഗബലം 313 ആവും. മറുവശത്ത് ഇന്ത്യയുടെ പല ഭാഗത്തും ഇന്ത്യ സഖ്യം തകർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മെ അമ്പരപ്പിക്കുന്നത്. തമിഴ്നാട്ടിൽ കോൺഗ്രസ് TVKയുമായി സഹകരിച്ചതിൽ പ്രതിഷേധിച്ച് DMK ഇന്ത്യ സഖ്യം വിട്ടു. ലോക്സഭയിൽ 22 അംഗങ്ങളാണ് DMKയ്ക്കുള്ളത്. NDAക്ക് പ്രശ്നാധിഷ്ഠിത പിന്തുണ നൽകുമെന്നാണ് DMK സൂചിപ്പിക്കുന്നത്. DMKയെ അനുനയിപ്പിക്കാൻ ഇന്ത്യ സഖ്യം ആവത് ശ്രമിക്കുന്നു. ഏറ്റവും നിർണായക ഘട്ടത്തിൽ തങ്ങളെ ചതിച്ച രാഹുലിനെയും കോൺഗ്രസ് നേതൃത്വത്തെയും വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് DMKയുടെ നിലപാട്. ഇവിടെയാണ് NDAയുടെ പ്രതീക്ഷകൾ വാനോളമുയരുന്നത്. DMK കൂടി പിന്തുണ നൽകിയാൽ NDAക്ക് 335 എന്ന അംഗബലത്തിലെത്തും. ഇരു മുന്നണികളുടെയും ഭാഗമല്ലാതെ നിൽക്കുന്ന 12 എംപിമാരെ കൂടി ഒപ്പം നിർത്താൻ NDAക്ക് കഴിഞ്ഞാൽ 347. ലോക്സഭയിലെ എല്ലാ അംഗങ്ങളും വോട്ടെടുപ്പിൽ പങ്കെടുത്താൽ 2/3 ഭൂരിപക്ഷത്തിന് വേണ്ടത് 360 പേരുടെ പിന്തുണയാണ്. വോട്ടെടുപ്പിൽ നിന്ന് ആരെങ്കിലും വിട്ടുനിന്നാൽ ഭൂരിപക്ഷത്തിനുള്ള സംഖ്യയും കുറയും. ചുരുക്കത്തിൽ ഒരു 13 എംപിമാരെ കൂടി സംഘടിപ്പിക്കാൻ NDAക്ക് കഴിഞ്ഞാൽ നിർണായകമായ പല ബില്ലുകളും ഇനി പാർലമെന്റ് പാസാക്കും. മണ്ഡല പുനർനിർണയം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സുപ്രധാന ബില്ലുകൾ ഇപ്പോൾ തന്നെ NDAക്ക് മുന്നിലുണ്ട്. ഭരണഘടനാ ഭേദഗതികൾ പാസാക്കി കൂടുതൽ കരുത്താർജിക്കുകയാണ് നരേന്ദ്രമോദിയുടെയും BJPയുടെയും ലക്ഷ്യം. മമതാ ബാനർജി മറുവശത്ത് തകർന്നു വീഴുന്നു. ഇന്ത്യ മുന്നണി ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത്. രാജ്യസഭയിൽ നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ 7 പേർ ഏപ്രിൽ അവസാനം പാർട്ടി വിട്ട് BJPയിൽ ചേർന്നിരുന്നു. BJPയുടെ അംഗബലം അവിടെ 106 നിന്ന് 113 സഖ്യകക്ഷികളും സ്വതന്ത്രരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരിൽ BJP അംഗത്വമുള്ളവരും ചേർന്ന് നിലവിൽ NDAക്കുള്ളത് 148 അംഗങ്ങളുടെ ഭൂരിപക്ഷം. 245 അംഗസഭയിലെ കേവല ഭൂരിപക്ഷത്തിന് 123 പേരുടെയും 2/3 ഭൂരിപക്ഷത്തിന് 164 പേരുടെയും പിന്തുണ വേണം. ഇവിടെയാണ് ചില പ്രതീക്ഷകൾ BJPക്ക് മുളപൊട്ടിയത്. രാജ്യസഭയിൽ DMKക്കുള്ളത് 8 എംപിമാർ, തൃണമൂലിന് 12 പേർ. ഇതിൽ 16 പേരുടെ പിന്തുണ നേടാൻ സാധിച്ചാൽ, ചിലർ വിട്ടുനിൽക്കാൻ തയ്യാറായാൽ മോദി സർക്കാരിന് രാജ്യസഭയും ഇനി വലിയൊരു കടമ്പയാകില്ല. പ്രതിസന്ധിയുടെ ആഴം മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധി ഇന്ന് ഇന്ത്യ മുന്നണി യോഗത്തിൽ ഒരു പ്രസ്താവന നടത്തി. ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് വിജയിക്കാം, ഭിന്നിച്ചാൽ നമ്മൾ തകരും. രാജ്യത്തിൻ്റെയും ഭരണഘടനയുടെയും സംരക്ഷണത്തിന് ഒരുമിച്ച് നിന്ന് പോരാടാൻ അദ്ദേഹം ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷികളെ ആഹ്വാനം ചെയ്തു. വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളിൽ ചില കക്ഷികളിൽ നിന്ന് പ്രതീക്ഷിച്ച പിന്തുണ ലഭിക്കുന്നില്ല എന്ന നിരാശയും രാഹുൽ പ്രകടിപ്പിച്ചു. BJPയെ പരാജയപ്പെടുത്തുക അത്ര അസാധ്യമായ കാര്യമല്ല എന്ന് രാഹുൽ ഗാന്ധി വീണ്ടും പറയുന്നു. 2019 303 സീറ്റുകൾ നേടിയ BJP 2024 240 സീറ്റുകളിലേക്ക് ഒതുങ്ങി. എന്നാൽ കോൺഗ്രസ് 52 നിന്ന് 99 തങ്ങളുടെ അംഗബലം വളർത്തിയിരുന്നു. അടുത്തിടെ 4 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ സമ്പൂർണ്ണ യോഗം ചേർന്നത്. വോട്ടർ പട്ടിക ക്രമക്കേടിൽ സുപ്രീം കോടതിയിൽ സംയുക്ത ഹർജി നൽകാൻ യോഗം തീരുമാനമെടുത്തു. അത്ര ഭദ്രമല്ല രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. ഇന്ത്യ സഖ്യത്തിൻ്റെ നിർണായക യോഗം ചേരുന്നതിന് തൊട്ടു മുൻപ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ഡൽഹിയിൽ വ്യാപക പോസ്റ്ററുകൾ. ന്യൂഡൽഹിയിലെ പ്രമുഖ റോഡുകളിലും റൗണ്ട് അബൌട്ടുകളിലുമൊക്കെ ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെയും ലക്ഷ്യമിട്ടായിരുന്നു പോസ്റ്ററുകൾ. പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലുമുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ. മറുവശത്ത് കേരളത്തിൽ CPM നയിക്കുന്ന LDF മുന്നണിയും കോൺഗ്രസ് നയിക്കുന്ന UDF മുന്നണിയും നേരിട്ട് പോരാട്ടത്തിലേർപ്പെട്ട ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ചുരുക്കത്തിൽ വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് മുന്നിലുള്ളത്. ലോക്സഭയിൽ TMCക്കുള്ളത് 28 എംപിമാർ. ഇവരിൽ 20 പേർ ഇപ്പോൾ തന്നെ NDAയിലേക്ക് ചേക്കേറി. ഇനിയുള്ള 8 പേരെ കൂടി ഇവർ സ്വാധീനിക്കുമോ എന്ന ഭയമാണ് മമതാ ബാനർജിക്ക്. മെയ് 20 ലോക്സഭയിലെ TMC ചീഫ് വിപ്പ് സ്ഥാനത്ത് നിന്ന് ദസ്തിദാറിനെ നീക്കം ചെയ്യുകയും പകരം കല്യാൺ ബാനർജിയെ നിയമിക്കുകയും ചെയ്തു.
ഇതോടെയാണ് വലിയ തോതിൽ വിമതരുടെ നീക്കം ശക്തിപ്പെട്ടത്. സ്വതന്ത്രവും ഏകപക്ഷീയവുമായ നിലപാടാണ് മമതാ ബാനർജി കൈക്കൊള്ളുന്നത് എന്ന് വിമതപക്ഷം പറയുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മമതാ ബാനർജിയുടെ സമ്പൂർണ്ണ തകർച്ചയാണ് ഇന്ത്യ കാണുന്നത്. ഇതുതന്നെയാണ് BJPയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയവും. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നരേന്ദ്രമോദി പശ്ചിമ ബംഗാളിലെത്തി ഇനി കാണാൻ പോകുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ സമ്പൂർണ്ണ നാശമായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിക്ക് താളം തെറ്റി. തുടർന്ന് അവരെ അവരുടെ പാർട്ടി അണികൾ പോലും കൈവിടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ വൻ വിജയത്തിന് ശേഷം തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ മമതാ ബാനർജിയുടെ അധികാരം തകർന്നത് പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിലെ ഏറ്റവും നാടകീയമായ സംഭവ വികാസങ്ങളിലൊന്നാണ്. മമതാ ബാനർജി തൻ്റെ സ്വന്തം തട്ടകമായ ഭവാനിപ്പൂരിൽ ഒരു കാലത്ത് തൻ്റെ വിശ്വസ്തനും പിന്നീട് മുഖ്യമന്ത്രിയുമായി മാറിയ സുവേന്ദു അധികാരിയോട് പരാജയപ്പെട്ട കാഴ്ച. ദുർബലയായ മമതാ ബാനർജി ഇതിനെ തുടർന്ന് പാർട്ടിയിൽ ഒറ്റപ്പെടുന്നു. 294 സീറ്റുകളിൽ 207 സീറ്റുകൾ നേടി BJP അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് TMCയിലെ വിള്ളലുകൾ പുറത്തുവന്നത്. മനോജ് തിവാരി, അരുണാവ സെൻ, പാപ്യ ഘോഷ്, കകോലി എന്നിവരുൾപ്പെടെ നിരവധി നേതാക്കൾ പാർട്ടി നേതൃത്വത്തിനെതിരെ തിരിഞ്ഞു. TMC ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ സ്വേച്ഛാധിപത്യപരമായ പെരുമാറ്റങ്ങൾക്കെതിരെയായിരുന്നു ഇവരുടെ ആദ്യ വിമർശനങ്ങൾ. പിന്നീട് വിമത നീക്കം ശക്തിപ്പെട്ടു. TMCയെ പിടിച്ചുലച്ച ഒരു അതൃപ്തിയാണ് പാർട്ടിയിൽ പുകഞ്ഞത്. പിന്നീട് വലിയ പൊട്ടിത്തെറികളിലേക്ക് നീങ്ങി. മുൻ TMC MP ശന്തനു സെൻ പാർട്ടിയുടെ വക്താവ് സ്ഥാനം രാജിവെച്ചു. കകോലി ഘോഷ് ദസ്തിദാർ എല്ലാ പാർട്ടി പദവികളിൽ നിന്നും രാജി സമർപ്പിച്ചു. 100-ലധികം TMC മുനിസിപ്പൽ കൗൺസിലർമാർ തങ്ങളുടെ സ്ഥാനമൊഴിഞ്ഞ് പാർട്ടിക്കുള്ളിൽ പുകയുന്ന അതൃപ്തി പ്രകടമാക്കി. ചുരുക്കത്തിൽ പാർട്ടിക്കുള്ളിൽ മമതാ ബാനർജിയുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ഇന്ത്യ കണ്ടത്. ഏറ്റവും വ്യക്തമായ സൂചന മെയ് 30-ന് അവരുടെ കാണിക്കട്ടിലെ വസതിയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ആകെയുള്ള 80 MLA-മാരിൽ 60 പേരും പങ്കെടുക്കാൻ വിസമ്മതിച്ചു. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ച് ജൂൺ 2-ന് MLA-മാരായ ഋതഭദ്ര ബാനർജിയെയും സന്ദീപൻ സഹായെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ഇതോടെ അടുത്ത പ്രതിസന്ധിയാണ് TMCയെ കാത്തിരുന്നത്. സഭയിലെ പ്രതിപക്ഷ നേതാവായി ശോഭൻ ദേവ് ചത്തോപാധ്യായെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള കത്തിൽ തങ്ങളുടെ അനുമതിയില്ലാതെ പല MLA-മാരുടെയും ഒപ്പുകൾ വ്യാജമായി ഇട്ടു എന്ന ആരോപണമുയർന്നു. പാർട്ടിയുടെ 80 MLA-മാരിൽ 58 പേരും ഋതഭദ്ര ബാനർജിയെ കക്ഷി നേതാവായി പിന്തുണച്ച് അസംബ്ലി സ്പീക്കർക്ക് കത്ത് നൽകി. സ്പീക്കർ ഈ അവകാശം അംഗീകരിച്ചു. ഋതഭദ്രയെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചു. ഇതോടെ മമതാ ബാനർജി പൂർണ്ണമായി ഒറ്റപ്പെട്ടു. കഴിഞ്ഞ 15 വർഷമായി പശ്ചിമ ബംഗാൾ ഏകപക്ഷീയമായി ഭരിച്ചിരുന്ന മമതാ ബാനർജിയുടെ സമ്പൂർണ്ണ വീഴ്ചയാണ് തുടർന്ന് ഇന്ത്യ കണ്ടത്. ഒടുവിൽ പാർലമെന്റിൽ ഒരു അട്ടിമറിയിലെത്തി നിൽക്കുന്നു TMCയിലെ പ്രതിസന്ധി. ലോക്സഭയിലെ കലാപത്തിൻ്റെ പ്രധാന മുഖമായി കകോലി ഘോഷ് ദസ്തിദാർ മാറി. 20 MP-മാർ NDAയിൽ ചേരാൻ അനുമതി തേടിയതോടെ മമതാ ബാനർജി അക്ഷരാർത്ഥത്തിൽ വിറച്ചു. മുൻപ് ഇന്ത്യ മുന്നണി യോഗത്തിൽ പോകാൻ പോലും മടിച്ചു നിന്ന മമതാ ബാനർജി ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ അടുക്കലേക്ക് ഓടി. വെറും 1 മാസത്തിനുള്ളിലാണ് മമതാ ബാനർജിയുടെ സമ്പൂർണ്ണ തകർച്ച. ഇത് ഇന്ത്യ മുന്നണിയുടെ നടുവൊടിച്ചു. മറുവശത്ത് DMKയും സ്റ്റാലിനുമൊക്കെ മുന്നണിയോട് മുഖം തിരിച്ചു നിൽക്കുന്നു. BJPയുടെ നാടകീയമായ തന്ത്രപരമായ നീക്കങ്ങൾ. ഇത്തരം നീക്കങ്ങളിലാണ് പലപ്പോഴും ഇന്ത്യ മുന്നണി തകരുന്നത്. ഇപ്പോൾ പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും നമ്മൾ കാണുന്നത് സമാനമായ ഇടപെടലുകൾ. തമിഴ്നാട്ടിലെ BJP മുഖമായിരുന്ന അണ്ണാമല ഇപ്പോൾ BJPയിൽ നിന്ന് പുറത്തിറങ്ങി സ്വതന്ത്രമായി ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകുന്നു. ഇതിന് പിന്നിലും BJPയുടെ കുബുദ്ധിയാണ് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ചുരുക്കത്തിൽ ഇന്ത്യ മുന്നണിയെ തകർത്തെറിഞ്ഞുകൊണ്ട് മോദിയുടെ അതിശക്തമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഡൽഹിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.